ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ഗായത്രി ഗണേഷ്. ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കിൻ്റെ പേരാണ് ഇൻട്രൊഡക്ഷൻ ടു ജിറ്റ്ഹബ്. ജിറ്റ്ഹബിൻ്റെ ലോഗോ എന്ന് പറയുന്നത് ഒക്ടോപസ് മെർജാണ്. ഒരു ഒക്ടോപസും ക്യാറ്റും കൂടെ മെർജ് ചെയ്തിട്ടാണ് ഇവർ ലോഗോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മീൻസ് 1-2 ബ്രാഞ്ചസ് ഒക്കെ മെർജ് ചെയ്തിട്ട് ഒരു പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് ഈ ലോഗോയുടെ ബാക്കിലുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഈ ബ്രാഞ്ചസ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റാണ്. പിന്നെ ഈ ജിറ്റ്ഹബ് എന്ന് പറയുന്ന ഒരു വെബ് ആപ്ലിക്കേഷനാണ്. എന്ന് വെച്ചാൽ നമ്മളൊരു കുറേ ഡെവലപ്പേഴ്സിന് നിന്ന് ഒരു പ്രോജക്റ്റ് തന്നെ പല സിസ്റ്റത്തിൽ നിന്ന് കോഡ്സ് സൈമൾട്ടേനിയസ്ലി അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ആ കുറേ സമയത്ത് തന്നെ പല സിസ്റ്റത്തിൽ ഇരുന്ന് ഒരു പ്രോജക്റ്റിൽ വർക്ക് ചെയ്യാൻ പറ്റും, ഗ്രൂപ്പ് പ്രോജക്റ്റ് ആയിട്ട്. സോ ഇതാണ് ഒരു മെയിൻ അഡ്വാൻറ്റേജ് ജിറ്റ്ഹബിനെ കുറിച്ച്. ആദ്യം ഞാൻ ജിറ്റിനെ കുറിച്ച് പറയാം. ജിറ്റ് എന്ന് പറയുന്ന ഒരു കമാൻഡ് ലൈൻ വെർഷൻ കൺട്രോൾ പ്രോഗ്രാമാണ്. നമ്മുടെ കമ്പ്യൂട്ടർ പ്രോഗ്രാംസ്, ഡോക്യുമെൻറ്റ്സ്, വെബ്സൈറ്റ്സ്, പിന്നെ വേറെ ഇൻഫോർമേഷൻസിൻ്റെ ചേഞ്ചസ് ഒക്കെ മാനേജ് ചെയ്യാനുള്ളൊരു ക്ലാസ് ഓഫ് സിസ്റ്റംസ് ആണ് ഈ വെർഷൻ കൺട്രോൾ എന്ന് പറയുന്നത്. പിന്നെ ജിറ്റ് ലിനസ് തോൾവാർഡ്സ് എന്ന് പറയുന്ന ആളാണ് ജിറ്റ് കണ്ടുപിടിച്ചത്. 2005 അയാൾ ബിറ്റ് കീപ്പറിന് റീപ്ലേസ്മെൻ്റ് ആയിട്ട് ലിനക്സ് കേർണൽ ചേഞ്ചസ് മാനേജ് ചെയ്യാനായിട്ടാണ് ജിറ്റ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഈ ലിനക്സ് കേർണൽ എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഈ ബിറ്റ് കീപ്പർ ഫ്രീ അല്ലായിരുന്നു, അതൊരു ഓപ്പൺ സോഴ്സ് ലൈസൻസ് ഉണ്ടായിരുന്നു. ഈ റൂൾസ് റെഗുലേഷൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാതെ നമുക്ക് അതിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് ജിറ്റ് എന്ന് പറയുന്നത് ഫ്രീ ആണ്, ഓപ്പൺ സോഴ്സ് ആണ്. പിന്നെ ക്രോസ് പ്ലാറ്റ്ഫോം ആണ്. ഈ ക്രോസ് പ്ലാറ്റ്ഫോം എന്ന് വെച്ചാൽ പല ടൈപ്പ് കമ്പ്യൂട്ടറിലോ പല സോഫ്റ്റ്വെയർ പാക്കേജസോ ഉപയോഗിച്ച് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതാണ് ജിറ്റ്. ജിറ്റ് എന്ന് പറയുന്നത് ക്രോസ് പ്ലാറ്റ്ഫോം ആണ്. പിന്നെ ജിറ്റിന് കുറച്ച് ഗോൾസ് ഉണ്ട്. അത് സ്പീഡുണ്ട്, പിന്നെ സപ്പോർട്ട് ഫോർ ഡിസ്ട്രിബ്യൂട്ടർ വർക്ക് ഉണ്ട്. പിന്നെ ഡിസ്ട്രിബ്യൂട്ടർ വർക്ക് എന്ന് വെച്ചാൽ കുറേ പേർ ചേർന്ന് ഒരു വർക്ക് പല ലൊക്കേഷനും പല ടൈമിലും ഇരുന്ന് ചെയ്യാൻ പറ്റും. അതാണ് ഡിസ്ട്രിബ്യൂട്ടർ വർക്ക്. പിന്നെ ഡേറ്റ ഇൻറ്റിഗ്രിറ്റി ഉണ്ട്. പിന്നെ കൊളാബറേഷൻ ഈസിയർ ആക്കുന്നുണ്ട്. കൊളാബറേഷൻസ് എന്ന് വെച്ചാൽ പല ഇൻഡിവിജ്വൽസ് ഒരുമിച്ച് ഒരു കോമൺ പർപ്പസിന് വേണ്ടി വർക്ക് ചെയ്യുക. അതാണ് കൊളാബറേഷൻ എന്ന് പറയുന്നത്. സോ ഇതാണ് ജിറ്റിനെ കുറിച്ച് കുറച്ച് ഗോൾസ്. സോ ഇതാണ് ജിറ്റിനെ കുറിച്ച് ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ ഇത്രയും പറഞ്ഞത്. 2 ടൈപ്പ് ആർക്കിടെക്ചർ ഉണ്ട്. 3 ട്രീ ആർക്കിടെക്ചറും 2 ട്രീ ആർക്കിടെക്ചറും. ജിറ്റ് യൂസ് ചെയ്യുന്നത് 3 ട്രീ ആർക്കിടെക്ചർ ആണ്. അതിൽ 3 സ്റ്റേജസ് ഉണ്ട്: വർക്കിംഗ് ഡയറക്ടറി, സ്റ്റേജിങ് ഏരിയ, പിന്നെ റെപ്പോസിറ്ററി. വർക്കിംഗ് ഡയറക്ടറിയിലെ ചേഞ്ചസ് ഒക്കെ ജിറ്റ് ട്രാക്ക് ചെയ്യില്ല. സ്റ്റേജിങ് ഏരിയയിലെ ചേഞ്ചസ് ഒക്കെ നമ്മൾ റെപ്പോസിറ്ററിയിലോട്ട് കമ്മിറ്റ് ചെയ്യും. പിന്നെ റെപ്പോസിറ്ററി ഉണ്ട്, അത് ട്രാക്ക് ചെയ്യും. ജിറ്റ് ട്രാക്ക് ചെയ്യുന്നത് ഏരിയ ആണ് റെപ്പോസിറ്ററി എന്ന് പറയുന്നത്. സോ ഇതാണ് 3 സ്റ്റേജസ് 3 ട്രീ ആർക്കിടെക്ചറിൻ്റെ. ഇനി ഞാൻ 3 ട്രീ ആർക്കിടെക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാം. അതിന് 3 സ്റ്റേജസ് ഉണ്ട്: വർക്കിംഗ് ഡയറക്ടറി, സ്റ്റേജിങ് ഏരിയ, റെപ്പോസിറ്ററി. ഞാൻ ആദ്യം ജിറ്റ് പ്രോജക്റ്റ് ഇനിഷ്യലൈസ് ചെയ്യുമ്പോൾ ആൾറെഡി ഒരു വർക്കിംഗ് ഡയറക്ടറി അവിടെ ഉണ്ടാവും നമ്മുടെ സിസ്റ്റത്തിൽ. അവിടെയാണ് നമ്മൾ സോഴ്സ് കോഡൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇത് ഫസ്റ്റ് സ്റ്റേജ് ആണ്. ഓക്കെ, അടുത്ത സ്റ്റേജാണ് സ്റ്റേജിങ് ഏരിയ. നമ്മുടെ ഒരു ജിറ്റ് ആഡ് എന്ന് പറയുന്ന കമാൻഡ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഈ വർക്കിംഗ് ഡയറക്ടറിയിൽ നിന്ന് സ്റ്റേജിങ് ഏരിയയിലോട്ട് കൊണ്ടുപോകും. നമ്മൾ ചേഞ്ചസ് ഒക്കെ സ്റ്റേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജാണ് സ്റ്റേജിങ് ഏരിയ എന്ന് പറയുന്നത്. നമ്മുടെ സ്റ്റേജിങ് ഏരിയ ഒരു പ്രിവ്യൂ ഡിസ്പ്ലേ ചെയ്യും. നമ്മുടെ എന്താണ് അടുത്ത കമ്മിറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു പ്രീവിയസ് ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. പിന്നെ നമുക്ക് നമ്മുടെ സോഴ്സ് കോഡ് ഇവിടെ സ്റ്റേജിങ് ഏരിയ കിടപ്പുണ്ടെന്ന് വിചാരിച്ചാൽ പിന്നെ നമുക്ക് വീണ്ടും ഒരു പുതിയ സെറ്റ് ഓഫ് സോഴ്സ് കോഡ് കൊണ്ടുപോയി വർക്കിംഗ് ഡയറക്ടറിയിൽ കൊണ്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ വർക്കിംഗ് ഡയറക്ടറി സ്റ്റേജിങ് ഏരിയയും ഡിഫറെൻറ്റ് സ്നാപ്ഷോട്ട് ആയിരിക്കും കാണിക്കുന്നത്. നമ്മുടെ പ്രോജക്റ്റിൻ്റെ ഡിഫറെൻറ്റ് സ്നാപ്ഷോട്ട്സ് അല്ലെങ്കിൽ വേർഷൻസ് ആയിരിക്കും നമ്മൾ കാണിക്കുന്നത്. നമുക്ക് രണ്ടും കൂടെ സിങ്ക് ചെയ്യാൻ പറ്റും. ജിറ്റ് ആഡ് കമാൻഡ് ഉപയോഗിച്ച് സിങ്ക് ചെയ്തിട്ട് നമുക്ക് ഒരുമിച്ച് ജിറ്റ് കമ്മിറ്റ് എന്ന് പറയുന്ന കമാൻഡ് ഉണ്ട്. അവസാനത്തെ കമാൻഡ് എടുത്ത് റെപ്പോസിറ്ററിയിലോട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും. ലോക്കൽ റെപ്പോസിറ്ററിയാണ് നമ്മൾ എല്ലാ പ്രോജക്റ്റും സ്റ്റോർ ചെയ്യുന്നത്. നമ്മൾ പ്രോജക്റ്റിൻ്റെ സ്നാപ്ഷോട്ട്സ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് ലോക്കൽ റെപ്പോസിറ്ററിലാണ്. ഈ ജിറ്റ് കമ്മിറ്റ് കമാൻഡ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ജിറ്റ് കമ്മിറ്റ് എന്ന് പറയുന്നത് നമുക്കൊരു ചേഞ്ചസ് ഒന്നും ലെഫ്റ്റ് ഇല്ല, നമ്മുടെ പ്രോജക്റ്റ് എല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് ജിറ്റ് കമ്മിറ്റ് ഉപയോഗിച്ച് ലോക്കൽ റെപ്പോസിറ്ററിയിലോട്ട് സ്റ്റോർ ചെയ്യാം. സോ ഇതാണ് ഒരു ജിറ്റ് 3 ട്രീ ആർക്കിടെക്ചർ. വർക്കിംഗ് ഡയറക്ടറി ഉണ്ട്, ജിറ്റ് ആഡ്, പിന്നെ സ്റ്റേജിങ് ഏരിയ, പിന്നെ ജിറ്റ് കമ്മിറ്റ്, പിന്നെ റെപ്പോസിറ്ററി. ഓക്കെ, ഇനി 2 ട്രീ ആർക്കിടെക്ചറിനെ കുറിച്ച് ചെറുതായിട്ട് ബേസിക് ആയിട്ടൊന്ന് പറയാം. അത് 2 സ്റ്റേജസ് ഉണ്ട്: റെപ്പോസിറ്ററി ഉണ്ട്, പിന്നെ വർക്കിംഗ് ഏരിയ എന്ന് പറയുന്ന സ്റ്റേജും ഉണ്ട്. സോ ഈ റെപ്പോസിറ്ററിയിൽ നിന്ന് വർക്കിംഗ് ഏരിയയിലോട്ട് പോകുന്നത് ചെക്ക്ഔട്ട് എന്ന് പറയുന്ന കമാൻഡ് ഉപയോഗിച്ചിട്ടാണ്. നമുക്ക് വർക്കിംഗ് ഏരിയയിലുള്ള മീൻസ് സോഴ്സ് കോഡൊക്കെ കമ്മിറ്റ് എന്ന് പറയുന്ന കമാൻഡ് ഉപയോഗിച്ച് നമുക്ക് റെപ്പോസിറ്ററിയിലോട്ട് സ്റ്റോർ ചെയ്യാവുന്നതാണ്. സോ ഇതാണ് ജസ്റ്റ് ബേസിക് ആയിട്ട് നമ്മുടെ 2 ട്രീ ആർക്കിടെക്ചർ. ഇനി ജിറ്റ്ഹബിനെ കുറിച്ച് പറയാം. ജിറ്റ്ഹബ് എന്ന് പറയുന്നത് ഓൺലൈൻ ആപ്ലിക്കേഷനാണ്. നമ്മളെ പ്രോജക്ട്സും ഫയൽസൊക്കെ
ഫ്രീ ആയിട്ട് ക്ലൗഡിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ. പിന്നെ GitHub വെബ് ബേസ്ഡ് ഇൻ്റർഫേസും കൂടെയാണ്. വെബ് ബേസ്ഡ് ഇൻ്റർഫേസ് എന്ന് വെച്ചാൽ യൂസേഴ്സിന് ഒരു കണ്ടന്റ് അല്ലെങ്കിൽ റിമോട്ട് സെർവർ റൺ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആയിട്ട് ഒരു വെബ് ബ്രൗസർ വഴി ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നു. അതാണ് ഈ വെബ് ബേസ്ഡ് ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. സോ ഈ GitHub കണ്ടുപിടിച്ചത് 4 പേര് ചേർന്നാണ്. ടോം പെസ്റ്റർ വർണർ, ക്രിസ് വാൻസ്വർത്ത്, PJ ഹയത്ത്, സ്കോട്ട് ചേസൺ എന്ന് പറയുന്ന 4 പേര് ചേർന്ന് 2008 GitHub കണ്ടുപിടിച്ചത്. GitHub ജിറ്റിനായിട്ട് ഒരു വിഷ്വൽ ഇൻ്റർഫേസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജിറ്റ് ഒരു ടൂൾ ആണെങ്കിൽ GitHub എന്ന് പറയുന്നത് ഒരു സർവീസ് ആണ്. പിന്നെ ജിറ്റ് റെപ്പോസിറ്ററീസ് ഒക്കെ മാനേജ് ചെയ്യാനുള്ള ഒരു ക്ലൗഡ് ബേസ്ഡ് ഹോസ്റ്റിംഗ് സർവീസ് ആണ് GitHub എന്ന് പറയുന്നത്. പിന്നെ കോഡ് കൊളാബറേഷൻ പറ്റുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രോജക്റ്റ് നമ്മൾ കുറച്ച് പേര് ചേർന്ന് ഒരു പ്രോജക്റ്റ് തയ്യാറാക്കുമെന്ന് വിചാരിച്ചു. അപ്പം പലർക്കും പല സിസ്റ്റത്തിൽ നിന്ന് തന്നെ ഒരു ടൈമിൽ നിന്ന് സോഴ്സ് കോഡൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഇതൊക്കെയാണ് GitHubനെ കുറിച്ചൊരു അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. കോഡ് കൊളാബറേഷൻ, പിന്നെ വിഷ്വൽ ഇൻ്റർഫേസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ജിറ്റിന് വേണ്ടി GitHub. പിന്നെ വെബ് ബേസ്ഡ് ഇൻ്റർഫേസ് ആണ്. ഓക്കെ, സോ ദിസ് ഇസ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് അബൌട്ട് GitHub. ഇനി ജിറ്റിനെയും GitHubനെയും കൂടെ കമ്പയർ ചെയ്യാം. ജിറ്റ് എന്ന് പറയുന്നത് ലോക്കലി ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. GitHub എന്ന് പറഞ്ഞാൽ ക്ലൗഡിൽ ഹോസ്റ്റ് ചെയ്യുന്ന ഒരു സർവീസ് ആണ്. ജിറ്റ് പിന്നെ ഓപ്പൺ സോഴ്സ് ലൈസൻസ് ഉണ്ട്. GitHubൽ 2 ടയേഴ്സ് ഉണ്ട്, ഫ്രീ ടയറും പേ ഫോർ യൂസ് ടയേഴ്സും ഉണ്ട്. ജിറ്റ് മെയിൻറ്റെയിൻ ചെയ്തത് ലിനക്സ് ഫൗണ്ടേഷൻ ആണ്. GitHub 2018 മൈക്രോസോഫ്റ്റ് പർച്ചേസ് ചെയ്തിരുന്നു. ജിറ്റിൽ യൂസർ മാനേജ്മെന്റ് ഫീച്ചേഴ്സ് ഒന്നും ഇല്ല. GitHubൽ ബിൽഡ് യൂസർ മാനേജ്മെന്റ് ഉണ്ട്. മീൻസ് ഒരു അഡ്മിനിസ്ട്രേറ്റർ ഉണ്ട്. നമ്മളെ യൂസർ ആക്സസ് മാനേജ് ചെയ്യാൻ വാരിയസ് സിസ്റ്റത്തിനകത്തോട്ട് മാനേജ് ചെയ്യാനുള്ളൊരു അഡ്മിനിസ്ട്രേറ്റർ ഉണ്ട്. സോ ദാറ്റ് അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും നമ്മുടെ യൂസറൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ സിസ്റ്റത്തിൽ എങ്ങനെയൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്നുള്ള അയാൾക്ക് തീരുമാനിക്കാം. പിന്നെ ജിറ്റ് വെർഷൻ കൺട്രോളിനെ ഫോക്കസ് ചെയ്യുന്നത് കോഡ് ഷെയറിങ്ങും വെർഷൻ കൺട്രോളുമാണ് ഫോക്കസ് ചെയ്യുന്നത്. GitHub ഫോക്കസ് ചെയ്യുന്നത് സെൻട്രലൈസ്ഡ് സോഴ്സ് കോഡ് ഹോസ്റ്റിങ്ങിനാണ് GitHub ഫോക്കസ് ചെയ്യുന്നത്. സോ ഇതാണ് കുറച്ച് ഡിഫറൻസ് ജിറ്റിനെയും GitHubനെയും കുറിച്ച്. ഇനി വെർഷൻ കൺട്രോളിനെ കുറിച്ച് പറയാം. വെർഷൻ കൺട്രോൾ ഒരു സിസ്റ്റം ആണ്, നമ്മുടെ ചേഞ്ചസ് ഒക്കെ റെക്കോർഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം. അത് വെർഷൻ കൺട്രോൾ നമുക്ക് കൊളാബറേറ്റീവ് ഡെവലപ്മെന്റിനെ അലോ ചെയ്യുന്നുണ്ട്. കൊളാബറേറ്റീവ് ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ ഒരു പ്രോജക്റ്റ് കുറേ പേർക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് കൊളാബറേറ്റീവ് ഡെവലപ്മെന്റ്. പിന്നെ നമ്മളെ ഈ വെർഷൻ കൺട്രോൾ ആരൊക്കെയാണ് എപ്പോഴാണ് ചേഞ്ചസ് ഒക്കെ മേഡ് ചെയ്യുന്നതെന്ന് അറിയിക്കുന്നുണ്ട്. പിന്നെ നമുക്കൊരു ചേഞ്ച് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ പർട്ടിക്കുലർ ചേഞ്ച് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചു പോയിട്ട് ആ ചേഞ്ച് തിരുത്താവുന്നതാണ്. ഇതൊക്കെയാണ് വെർഷൻ കൺട്രോളിനെ കുറിച്ച് കുറച്ച് മെയിൻ പോയിന്റ്സ്. പിന്നെ 2 ടൈപ്പ് വെർഷൻ കൺട്രോൾ ഉണ്ട്. സെൻട്രലൈസ്ഡ് വെർഷൻ കൺട്രോളും ഡീസെൻട്രലൈസ്ഡ് വെർഷൻ കൺട്രോൾ. ഡീസെൻട്രലൈസ്ഡ് വെർഷൻ കൺട്രോൾ വേറൊരു പേരാണ് ഡിസ്ട്രിബ്യൂട്ടർ വെർഷൻ കൺട്രോൾ. ഈ GitHubൽ ഡിസ്ട്രിബ്യൂട്ടർ വെർഷൻ കൺട്രോൾ ആണ് ഉപയോഗിക്കുന്നത്. സോ ഇതാണ് വെർഷൻ കൺട്രോളിനെ കുറിച്ച് കുറച്ചൊരു ഇൻട്രൊഡക്ഷൻ. ഡീസെൻട്രലൈസ്ഡ് വെർഷൻ കൺട്രോളിന് വേറൊരു പേരാണ് ഡിസ്ട്രിബ്യൂട്ടർ വെർഷൻ കൺട്രോൾ. 2 ടൈപ്പ് വെർഷൻ കൺട്രോൾ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ, സെൻട്രലൈസ്ഡും ഡീസെൻട്രലൈസ്ഡ്. സോ ഡിസ്ട്രിബ്യൂട്ടർ വെർഷൻ കൺട്രോൾ ആണെങ്കിൽ നമുക്ക് സെൻട്രൽ സെർവറുമായിട്ട് കണക്ട് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് സിംഗിൾ ഫെയിലിയർ പോയിന്റ് ഒഴിവാക്കാൻ പറ്റും. കൂടാതെ യൂസേഴ്സിന് ഇന്റർനെറ്റ് ഇല്ലാതെ തന്നെ വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഓരോ ഡെവലപ്പേഴ്സിന് അവർക്ക് വർക്ക് ഇൻഡിപെൻഡൻ്റ്ലി ചെയ്യുകയും ചെയ്യാം. ആ വർക്ക് പിന്നീട് മെർജ് ചെയ്യാം. പിന്നെ വർക്കിംഗ് കോപ്പീസ് ഉണ്ട്. എല്ലാത്തിനും വർക്കിംഗ് കോപ്പീസ് ഉണ്ട്. അത് റിമോട്ട് ബാക്കപ്സ് ആയിട്ടായിരിക്കും ഫങ്ഷൻ ചെയ്യുന്നത്. ഓരോ കോപ്പിയും ജിറ്റ് റെപ്പോസിറ്ററിയിലെ ഓരോ കോപ്പിയും ഒന്നെങ്കിൽ സെർവർ അല്ലെങ്കിൽ ക്ലയന്റ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. സെർവറും ക്ലയന്റും. ഓക്കെ, സെർവർ എന്ന് വെച്ചാൽ ഒരു സിസ്റ്റമാണ്. ഈ സർവീസസ് ഒക്കെ ഈ നെറ്റ്വർക്കിൽ കൂടെ സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് സെർവർ എന്ന് പറയുന്നത്. ക്ലയന്റ് എന്ന് വെച്ചാൽ ഈ സർവീസസ് ഒക്കെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേറൊരു സിസ്റ്റമാണ് ക്ലയന്റ്. സോ സെർവറും ക്ലയന്റും. സോ ഇതാണ് ഡിസ്ട്രിബ്യൂട്ടർ വെർഷൻ കൺട്രോളിന്റെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ. ഡിസ്ട്രിബ്യൂട്ടർ വെർഷൻ കൺട്രോളിന്റെ ഒരു ഡയഗ്രാം. അതിന് ഡിസ്ട്രിബ്യൂട്ടർ വെർഷൻ കൺട്രോളിന് മെയിൻ സെർവർ റെപ്പോസിറ്ററി ഉണ്ട്. കൂടാതെ ലോക്കൽ റെപ്പോസിറ്ററീസും ഉണ്ട്. ലോക്കൽ റെപ്പോസിറ്ററിയാണ് കൊളാബറേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്, കൊളാബറേറ്റർ. പിന്നെ ഈ ലോക്കൽ റെപ്പോസിറ്ററിയിലൂടെ നമുക്ക് ഫയൽസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്ത് കോപ്പിയുടെ ഫയൽസ് ആയിട്ട് വയ്ക്കാം. കൂടാതെ അത് തിരിച്ച് നമുക്ക് കമ്മിറ്റ് ചെയ്യാം. ലോക്കൽ റെപ്പോസിറ്ററിയിലോട്ട് തന്നെ കമ്മിറ്റ് ചെയ്യാം. ലോക്കൽ റെപ്പോസിറ്ററിയിലുള്ള ഫയൽസ് പുഷ് ചെയ്ത് മെയിൻ സെർവറിലോട്ട് നമുക്ക് അങ്ങോട്ട് തന്നെ തിരിച്ചയക്കാം. കൂടാതെ അതിനകത്തുള്ള വേറെ ഫയൽസ് ആണെങ്കിൽ പുൾ കമാൻഡ് വഴി തിരിച്ച് ലോക്കൽ റെപ്പോസിറ്ററിയിലോട്ട് തന്നെ കൊണ്ടുവരികയും ചെയ്യാം. അതാണ് ആ ഫയൽസ് ആണെങ്കിൽ കോപ്പിയുടെ ഫയൽസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഇത് കണക്ക് കുറേ ലോക്കൽ റെപ്പോസിറ്ററീസ് ഉണ്ട്.
മെയിൻ സെർവർ റെപ്പോസിറ്ററി ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഒരു മെയിൻ സെർവർ റെപ്പോസിറ്ററി പിന്നെ ലോക്കൽ റെപ്പോസിറ്ററി. ഇതാണ് ഡിസ്ട്രിബ്യൂട്ടഡ് വെർഷൻ കൺട്രോളിനെ കുറിച്ചുള്ളൊരു ബേസിക് ആർക്കിടെക്ചർ. സോ ജിറ്റ്ഹബ് പബ്ലിക് റെപ്പോസിറ്ററീസിന് ഫ്രീ ആണ്. പിന്നെ എങ്ങനെയായിരിക്കും പ്രോജക്റ്റ് ഇരിക്കുന്നത്? കുറേ കമ്മിറ്റ്സ് കാണും. കുറേ കമ്മിറ്റ്സൊക്കെ ലിങ്കായിട്ട് ടുഗദർ ലിങ്ക് ചെയ്തിട്ട് ഒരു ബ്രാഞ്ചിൽ ഡിപ്പെൻഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഈ ബ്രാഞ്ച് എവിടെയായിരിക്കും കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത്? ഒരു റെപ്പോസിറ്ററിയിലായിരിക്കും കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത്. സോ ഈ കമ്മിറ്റ്, ബ്രാഞ്ച്, റെപ്പോസിറ്ററി ഒക്കെ കുറേ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ് ജിറ്റ്ഹബിനെ കുറിച്ചുള്ള ബേസിക് കോൺസെപ്റ്റ്സ്. So a bunch of commits linked together that live on some branch contained in a repository. Okay. GitHub key concepts ആണ് branch, repository, commit. branch. ഞാനിപ്പം ജിറ്റബിൽ ഒരു കണ്ടന്റ് ആയിട്ടുള്ള റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ജിറ്റബ് ഓട്ടോമാറ്റിക്കലി ഒരു സിംഗിൾ ബ്രാഞ്ച് ആയിട്ടുള്ള റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യും. അതായിരിക്കും ഫസ്റ്റ് ബ്രാഞ്ച്. അതൊരു ഡീഫോൾട്ട് ബ്രാഞ്ചാണ്. പിന്നെ എല്ലാ കമ്മിറ്റും ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ലീവ് ചെയ്യുന്നത്. കുറേ ബ്രാഞ്ചസ് ഒക്കെ പോസിബിൾ ആണ്. ഒരു മെയിൻ ബ്രാഞ്ച് ഉണ്ട്, ഒരു പ്രോജക്റ്റ് ഒരു മെയിൻ ബ്രാഞ്ച് ഉണ്ട്. അതിൻ്റെ പേരാണ് മാസ്റ്റർ ബ്രാഞ്ച് എന്ന് പറയുന്നത്. ജിറ്റ് ഇൻഷിറ്റ് എന്ന് പറയുന്ന കമാൻഡ് റൺ ചെയ്യുമ്പോഴാണ് മാസ്റ്റർ ബ്രാഞ്ച് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആവുന്നത്. പിന്നെ നമുക്ക് ഓരോ ബ്രാഞ്ച് വ്യൂ ചെയ്യാൻ പറ്റും. ബ്രാഞ്ച് പേജ് ഉപയോഗിച്ചായിരിക്കും ഓരോ ബ്രാഞ്ചും കാണാൻ പറ്റുന്നത്. ബ്രാഞ്ച് എല്ലാം ചീപ്പായിരിക്കും. പിന്നെ മെർജിങ് ഒക്കെ വെരി ഈസി ആയിരിക്കും ബ്രാഞ്ച് വെച്ച്. പിന്നെ നമ്മൾ ബ്രാഞ്ചിങ് കാരണം ഏതെങ്കിലും ഡെവലപ്പറിന് അയാളുടെ വർക്ക് ഒരു ഒറിജിനൽ സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് ഐസൊലേറ്റ് ചെയ്ത് വേറൊരു സ്ഥലത്തോട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അതും പറ്റും ബ്രാഞ്ചിങ് കാരണം. സോ ഈ ഡീഫോൾട്ട് ബ്രാഞ്ച്, മാസ്റ്റർ ബ്രാഞ്ച്, പിന്നെ ജിറ്റ് ഇൻഷിറ്റ് കമാൻഡ്. സോ ഇതാണ് ബ്രാഞ്ചിനെ കുറിച്ച് കുറച്ച് മെയിൻ പോയിന്റ്. സോ റെപ്പോസിറ്ററി എന്തോന്ന് പറയാം. അതിൻ്റെ ഷോർട്ട് ഫോം ആണ് റെപ്പോ എന്ന് പറയുന്നത്. അതിൽ നമ്മളെ പ്രോജക്ട്സിൻ്റെ ഫയൽസും ഇൻക്ലൂഡിങ് ഡോക്യുമെൻറ്റേഷനും പിന്നെ ഓരോ ഫയലിൻ്റെ റിവിഷൻ ഹിസ്റ്ററിയും കാണും. നമ്മൾ കമ്മിറ്റ്സ് ഒക്കെ അതിനകത്താണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളുടെ സിസ്റ്റത്തിൽ ഇല്ലാത്തൊരു കമ്മിറ്റ് വേറൊരു റിമോട്ട് റിപ്പോസിറ്ററിയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന പ്രോസസ്സാണ് പുള്ളിങ് ചേഞ്ചസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മളെ ലോക്കൽ ചേഞ്ചസ് ഒക്കെ വേറൊരു റിമോട്ട് റിപ്പോസിറ്ററിയിലോട്ട് സ്റ്റോർ ചെയ്യുന്ന അല്ലെങ്കിൽ ആഡ് ചെയ്യുന്ന പ്രോസസ്സാണ് പുഷിങ് ചേഞ്ചസ് എന്ന് പറയുന്നത്. സോ റെപ്പോ ഉണ്ട്, പുള്ളിങ് ചേഞ്ചസ്, പുഷിങ് ചേഞ്ചസ്. ഇനി കണ്ടിന്യൂഷൻ ഓഫ് റെപ്പോസിറ്ററി. നമ്മൾ റിമോട്ട് സെർവറിലുള്ള റെപ്പോസിറ്ററിയിലെ കോപ്പി എടുക്കുന്ന പ്രോസസ്സാണ് ക്ലോണിങ് എന്ന് പറയുന്നത്. ക്ലോണിങ് കാരണം നമുക്ക് ടീംസിനൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റും ക്ലോണിങ് കൊണ്ട്. പിന്നെ 2 ടൈപ്പ് ഓഫ് റെപ്പോസിറ്ററി ഉണ്ട്, പബ്ലിക്, പ്രൈവറ്റ്. പബ്ലിക്കിൽ എല്ലാവർക്കും നമ്മൾ റെപ്പോസിറ്ററി കാണാൻ പറ്റും. പക്ഷെ നമുക്ക് തീരുമാനിക്കും ആർക്കൊക്കെ കമ്മിറ്റ് ചെയ്യണമെന്ന്. ഇത് ഫ്രീ ആയിരിക്കും. പ്രൈവറ്റിനകത്ത് ഡീഫോൾട്ടായിട്ട് നമുക്ക് മാത്രമേ കാണാൻ പറ്റൂ. പക്ഷെ നമുക്ക് തീരുമാനിക്കാം ആർക്കൊക്കെ കാണണമെന്നും ആർക്കൊക്കെ കമ്മിറ്റ് ചെയ്യണമെന്നും. കൊളാബറേറ്റേഴ്സ് ഉപയോഗിച്ചായിരിക്കും ഇത് പറ്റുന്നത്. പെയ്ഡ് ആയിരിക്കും ഇത്. സോ പ്രൈവറ്റിൽ ഡീഫോൾട്ടായിട്ട് നമുക്ക് മാത്രമേ കാണാൻ പറ്റൂ. നമുക്ക് തീരുമാനിക്കാം ആർക്കൊക്കെ കാണണമെന്നും കമ്മിറ്റ് ചെയ്യണമെന്നും. പബ്ലിക്കിൽ എല്ലാവർക്കും കാണാം, പക്ഷെ നമുക്ക് തീരുമാനിക്കാം ആർക്ക് കമ്മിറ്റ് ചെയ്യണമെന്ന്. സോ കമ്മിറ്റ് നമ്മുടെ ഒരു സ്നാപ്ഷോട്ട് ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് കമ്മിറ്റ് എന്ന് പറയുന്നത്. ഈ സ്നാപ്ഷോട്ട് എന്ന് പറയുന്നത് എന്തോന്ന് വെച്ചാൽ ഈ ജിറ്റ് എപ്പോഴും നമ്മളെ കോഡ് ഹിസ്റ്ററിയൊക്കെ ട്രാക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും. ആ പ്രോസസ്സാണ് സ്നാപ്ഷോട്ട് എന്ന് പറയുന്നത്. സോ ഈ നമ്മൾ ഓരോ പ്രോജക്റ്റിലും കുറേ ടൈപ്പ് ഓഫ് കമ്മിറ്റ്സ് കാണും. കുറേ കമ്മിറ്റ്സ് ആയിട്ടായിരിക്കും നമ്മളൊരു പ്രോജക്റ്റ് മെയ്ഡ് ചെയ്തിരിക്കുന്നത്. ഈ കമ്മിറ്റിന് 3 പീസസ് ഓഫ് ഇൻഫോർമേഷൻ ഉണ്ട്. എങ്ങനെയായിരിക്കും നമ്മുടെ ഫയൽസ് പ്രീവിയസ്ലി ചേഞ്ച് ആയിട്ടുള്ളതെന്ന് പറഞ്ഞൊരു ഇൻഫോർമേഷൻ ഉണ്ട്. പിന്നെ പേരൻറ്റ് കമ്മിറ്റ് ഉണ്ട്, ഹാഷ് കോഡ് നെയിം ഉണ്ട്. ഹാഷ് കോഡ് നെയിമിൻ്റെ എക്സാമ്പിളാണ് FB2D2C659069. ഇതൊരു ഹാഷ് കോഡ് നെയിമാണ്. പിന്നെ പേരൻറ്റ് കമ്മിറ്റ് ഉണ്ട്. പേരൻറ്റ് കമ്മിറ്റ് ഒരു ചൈൽഡ് കമ്മിറ്റിന് ഒരു ന്യൂ കമ്മിറ്റിന് റെഫറൻസ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. സോ ഈ ഞാനൊരു ജിറ്റ് കമ്മിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് ഒരു കറണ്ട് കമ്മിറ്റ് ഒരു പേരൻറ്റ് കമ്മിറ്റ് ആയിട്ടിരിക്കും. അപ്പോഴത്തേക്ക് ഒരു ന്യൂ കമ്മിറ്റ് വരികയും ചെയ്യും. ആ ന്യൂ കമ്മിറ്റ് ആയിരിക്കും ചൈൽഡ് കമ്മിറ്റ്. അപ്പോൾ പേരൻറ്റ് കമ്മിറ്റിന് ന്യൂ കമ്മിറ്റിൻ്റെ റെഫറൻസ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. സോ പേരൻറ്റ് കമ്മിറ്റ്, ഹാഷ് കോഡ് നെയിം. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് കമ്മിറ്റ്. കമാൻഡ്സ് ഇൻ ജിറ്റബ്. ആദ്യത്തെ ജിറ്റ് പുൾ എന്ത് ചെയ്യും? വേറെ റിമോട്ട് റിപ്പോയിൽ ഒരാൾ മെയ്ഡ് ചെയ്ത ചേഞ്ചസ് ഒക്കെ പുൾ ചെയ്തുകൊണ്ട് നമ്മളെ ലേറ്റസ്റ്റ് വെർഷനിൽ കൊണ്ടുവിടും. അപ്പോൾ നമുക്ക് അതിൽ വർക്ക് ചെയ്യാൻ പറ്റും ജിറ്റ് പുൾ ഉപയോഗിച്ച്. ജിറ്റ് മെർജ് എന്ത് ചെയ്യും? കുറേ ബ്രാഞ്ചസ് ഒക്കെ മെർജ് ചെയ്തിട്ട് ഒരു കോഹസി റെപ്പോ ഉണ്ടാക്കും. മെർജ് ചെയ്തിട്ട് ബ്രാഞ്ചസ് മെർജ് ചെയ്യും. എന്നിട്ട് നമുക്കൊരു റെപ്പോ ഉണ്ടാക്കി അതിൽ വർക്ക് ചെയ്യാം. പിന്നെ എന്തെങ്കിലും കോൺഫ്ലിക്ട്സ് ഒക്കെ റിസോൾവ് ചെയ്യാൻ പറ്റും. മീൻസ് നമ്മൾ പുള്ള് ചെയ്യുമ്പോഴത്തേക്ക് പഴയ വെർഷനിലും നമ്മളെ ലേറ്റസ്റ്റ് വെർഷനിലും എന്തെങ്കിലും കോൺഫ്ലിക്ട്സ് ഉണ്ടെങ്കിൽ അത് റിസോൾവ് ചെയ്യും. ജിറ്റ് മെർജും ഉണ്ട്. പിന്നെ ജിറ്റ് ഫോർക്ക് ഉണ്ട്. അതെന്ത് ചെയ്യും? വേറൊരാളുടെ റെപ്പോ കോപ്പി ചെയ്തിട്ട് ഒരു സെപ്പറേറ്റ് റെപ്പോ ഉണ്ടാക്കും ജിറ്റ് ഫോർക്ക് ഉപയോഗിച്ച്. സോ ഇത് 3 കമാൻഡ്സ് ആണ് ജിറ്റബിനെ കുറിച്ചുള്ള.
കണ്ടിന്യൂഷൻ ഓഫ് കമാൻഡ്സ്. പിന്നോട്ട് വേറെ 3 കമാൻഡ്സ് ആണ് ജിറ്റ് ലോഗ്, ജിറ്റ് ടാഗ്, ജിറ്റ് റീസെറ്റ് എന്ന് പറയുന്നത്. ജിറ്റ് ലോഗിൽ നമ്മൾ കമ്മിറ്റ് ഹിസ്റ്ററി ഒക്കെ കാണിക്കാനാണ് ജിറ്റ് ലോഗ് യൂസ് ചെയ്യുന്നത്. നമ്മൾ പേരൻസിൻ്റെ പേരൻസിൻ്റെ ക്രോണോളജിക്കൽ ലിസ്റ്റും ഷോ ചെയ്യാനും ജിറ്റ് ലോഗ് ഉണ്ടാക്കും. നമ്മൾ ആദ്യം ജിറ്റ് ലോഗ് റൺ ചെയ്യുമ്പോൾ നമുക്കത് കാണാൻ പറ്റുന്നതായിരിക്കും. നമ്മുടെ കമ്മിറ്റിൻ്റെ ഹിസ്റ്ററി, പിന്നെ പേരൻസിൻ്റെ ക്രോണോളജിക്കൽ ലിസ്റ്റ്. ഇനി ജിറ്റ് ടാഗ് എന്തോന്ന് വെച്ചാൽ നമുക്കൊരു കമ്മിറ്റൊക്കെ മാർക്ക് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും റെപ്പോസിറ്ററിയിലെ പോയിൻ്റൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ജിറ്റ് ടാഗ് ഉപയോഗിക്കാം. പിന്നെയാണ് ജിറ്റ് റീസെറ്റ്. നമ്മൾ ഇപ്പോൾ ലാസ്റ്റ് ചെയ്തൊരു കമ്മിറ്റ് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് അൺഡു ചെയ്യണമെങ്കിൽ റീസെറ്റ് ഉപയോഗിക്കാം. അപ്പോൾ എന്ത് ചെയ്യും, ആ ഫയൽസൊക്കെ പഴയ രീതിയിൽ തന്നെ പോവുകയും ചെയ്യും. സോ ഇതാണ് ആ ബാക്കി 3 കമാൻഡ്സ്: ജിറ്റ് ലോഗ്, ജിറ്റ് ടാഗ്, ജിറ്റ് റീസെറ്റ്. ഇനി ജിറ്റ്ഹബിൽ ഉപയോഗിക്കുന്ന കുറച്ച് കോഡ് ലാംഗ്വേജസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ പൈത്തൺ, പിന്നെ ജാവാസ്ക്രിപ്റ്റ്, സി പ്ലസ് പ്ലസ്, PHP ആൻഡ് റൂബി. ഈ പൈത്തൺ, ജാവാസ്ക്രിപ്റ്റ്, സി പ്ലസ് പ്ലസ്, റൂബി ഒക്കെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ്. ഈ വെബ് ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്. പിന്നെ PHP എന്ന് പറയുന്നൊരു ഓപ്പൺ സോഴ്സ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. ഈ ഡേറ്റാബേസ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഡൈനാമിക് വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഓപ്പൺ സോഴ്സ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ്. ഇനി കുറേ ലാംഗ്വേജസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്, ജാവയൊക്കെ അതിൽ പെടും. ഇത് കുറച്ച് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ്. ഓക്കെ, ഒരു ജിറ്റ്ഹബ് അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് നോക്കാം. അതൊരു വെബ്സൈറ്റ് ആണ് www.github.com. സോ ഇതാണ് ജിറ്റ്ഹബിൻ്റെ പേജ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള സൈനപ്പ് ഒക്കെ കാണുന്നുണ്ട്. ഇതിൽ കയറി സൈനപ്പ് ചെയ്യണം. അപ്പോൾ നമ്മളെ ഇമെയിൽ അഡ്രസ്സൊക്കെ അടിച്ചു കൊടുത്തിട്ട് സൈനപ്പ് ചെയ്ത് നമ്മൾക്ക് സ്വന്തമായിട്ടൊരു പേജ് ഉണ്ടാക്കാം. സോ ഇതെൻ്റെ സൈൻ ഇൻ പേജാണ്. യൂസർ നെയിം അല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും കൂടെ കൊടുത്തിട്ട് ഞാൻ സൈൻ ഇൻ ചെയ്യുക. സോ ലെഫ്റ്റ് സൈഡിൽ റെപ്പോസിറ്ററീസ് കാണാം. രണ്ട് പ്രോജക്റ്റ് ഉണ്ട്, ആൻഡ്രോയിഡ് മാൽവെയർ ഡിറ്റക്ഷനും സ്ലീപ്പ് നെസ്റ്റ് ഡിറ്റക്ഷനും. സോ പിന്നെ ഞാൻ ഇതിൽ നമ്മൾ ഏതെങ്കിലും പ്രോജക്റ്റ് ഒക്കെ സെർച്ച് ചെയ്യുന്നുള്ള എൻജിനുണ്ട്, സെർച്ച് എൻജിനുണ്ട്. പിന്നെ എൻ്റെ വേറെ കുറേ നമുക്ക് റെപ്പോസിറ്ററീസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാം. അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. സോ കോഡ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് സ്ലീപ്നെസ് ഡിറ്റക്ഷൻ എന്ന പേജിൽ പോകും. ഇതിൽ ഞാൻ ഓരോ സ്റ്റാറ്റസും ടൈംലി ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആബ്സ്ട്രാക്റ്റ്, ലോഗിൻ പേജ് അല്ലെങ്കിൽ റീഡ്മി, പിന്നെ കോഡൊക്കെ അതിനകത്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ 3 കോൺട്രിബ്യൂട്ടേഴ്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 കൂടെയാണ് പ്രോജക്റ്റ് ചെയ്തത്. പിന്നെ ഇത് പബ്ലിക്കാണ്, എല്ലാവർക്കും കയറി കാണാൻ പറ്റും. ഞങ്ങൾ മാസ്റ്റർ ആയിരുന്നു, ഞാൻ പറഞ്ഞല്ലോ, എല്ലാം പബ്ലിക് ഉണ്ട്, മാസ്റ്റർ എന്നൊക്കെ ഉണ്ടെന്നൊക്കെ. പിന്നെ ബ്രാഞ്ചസ് 4 ഉണ്ടായിരുന്നു. സോ ഇത് ബേസിക്കലി ഇത് എളുപ്പമാണ് ചെയ്യാനുള്ള. സോ ഇനി എക്സ്പ്ലോർ കൊടുക്കുമ്പോഴത്തേക്ക് വേറെ ഒരാൾ പ്രോജക്റ്റ് ഒക്കെ കാണാൻ പറ്റും. ഞാൻ അബ്സ്ട്രാക്റ്റ് ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, ലോഗിൻ സിപ്പൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ റെപ്പോസിറ്ററീസ്, നമ്മുടെ ഓർഗനൈസേഷൻസ്, പ്രോജക്റ്റ് ഒക്കെ സൈഡിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. സോ ഇതാണ് ബേസിക്കലി ഒരു ജിറ്റ്ഹബിനെ കുറിച്ച് ഒരു ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. സോ ജിറ്റ്ഹബിൽ 56 മില്യൺ യൂസേഴ്സും 128 മില്യൺ പബ്ലിക് റെപ്പോസിറ്ററീസും ഉണ്ട്. ഇപ്പം തന്നെ ഒരു ഓൾമോസ്റ്റ് 60 മില്യൺ യൂസേഴ്സായി. കാരണം അതിൻ്റെ പോപ്പുലാരിറ്റി അനുസരിച്ച് ഇപ്പോഴും കുറേ പേർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ജിറ്റ്ഹബിൽ. ഇനി ജിറ്റ്ഹബിനെ കുറിച്ചൊരു കൺക്ലൂഷൻ. ജിറ്റ്ഹബ് ഫാസ്റ്റ് ആണ്, കൺവീനിയൻ്റ് ആണ്. നമ്മൾ പ്രോജക്ട്സ് ഒക്കെ ട്രാക്ക് ചെയ്യാൻ ഫാസ്റ്റും കൺവീനിയൻ്റ് ആണ്. പിന്നെ ഈസിലി ആക്സസിബിൾ ആണ്. പിന്നെ നമ്മൾ യൂസേഴ്സിനൊക്കെ ഐഡിയാസും ബഗ്സും കോഡൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയൊരു പെർഫെക്റ്റ് പ്ലാറ്റ്ഫോമാണ് ജിറ്റ്ഹബ് എന്ന് പറയുന്നത്. പിന്നെ ജിറ്റ് റെപ്പോസിറ്ററീസ് മാനേജ് ചെയ്യാനൊരു ക്ലൗഡ് ബേസ്ഡ് ഹോസ്റ്റിംഗ് സർവീസ് ആണ് ജിറ്റ്ഹബ്. പിന്നെ കുറച്ച് ബേസിക് കോൺസെപ്റ്റ്സ് പറഞ്ഞു: സ്റ്റേജിങ് ഏരിയ, വർക്കിംഗ് ഡയറക്ടറി, ലോക്കൽ റെപ്പോസിറ്ററി, പിന്നെ ജിറ്റ് കമ്മിറ്റ്, ജിറ്റ് ആഡ്, പിന്നെ കുറേ കമാൻഡ്സിനെ കുറിച്ച് പറഞ്ഞു, വേർഷൻ കൺട്രോളിനെ കുറിച്ച് പറഞ്ഞു. സോ ഇതാണ് ബേസിക്കലി എ ഹോൾ ഐഡിയ അബൌട്ട് ജിറ്റ്ഹബ്. താങ്ക് യു ഫോർ ലിസണിങ് ടു മീ. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.